അവയവദാനത്തിന് വ്യാജരേഖ ചമച്ച കേസിൽ അറസ്റ്റിലായ മുഖ്യപ്രതി നജീബിനെ ഇപ്പോൾ കൊച്ചിയിൽ എത്തിച്ചിരിക്കുന്നു. ഗാസിയാബാദിൽ നിന്നാണ് നജീബ് പിടിയിലായത്. കല്ലത്രാസ് മെഡിക്കൽ ടൂറിസം എന്ന വെബ്സൈറ്റ് വഴിയായിരുന്നു നജീബ് ഇടപാടുകൾ നടത്തിയത്. നജീബിന്റെ വിദേശ ബന്ധങ്ങളെക്കുറിച്ചും അന്വേഷിച്ചു വരികയാണ് പോലീസ്. SS ശരൺ ചേരുന്നത്. ശരൺ, ഇനിയിപ്പോൾ നിർണായകമായ ചോദ്യം ചെയ്യലിലേക്ക് കടക്കേണ്ടതുണ്ട്. പല വിവരങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്, അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. അതൊക്കെയും സ്ഥിരീകരിക്കണം. ഇതിന്റെ ഒരു മോഡ് ഓഫ് ഓപ്പറാൻഡി അത് നമ്മളെ ഞെട്ടിക്കുന്നതാണല്ലേ ശരൺ? വിനിത, വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നത്. ഇതിൻ്റെ ഒരു മോഡസ് ഓപ്പറാൻഡി തന്നെയാണ് പ്രധാനമായും പോലീസ് ലക്ഷ്യമിടുന്നത്. അത് മനസ്സിലാക്കുകയാണ് ഈ ചോദ്യം ചെയ്യലിലൂടെ പോലീസ് ലക്ഷ്യമിടുന്നത്. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിരുന്ന വിവരങ്ങൾ ഈ അവയവദാനത്തിന് വേണ്ടി ഇത്തരത്തിലൊരു നിയമവിരുദ്ധമായിട്ടുള്ള അവയവദാനം നടക്കുന്നു, അതിന് പിന്നിൽ ഒരു വൻ മാഫിയ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്, വ്യാജരേഖകൾ ചമച്ചാണ് ഈ അവയവദാനം നടക്കുന്നതടക്കമുള്ള വിവരങ്ങളാണ് പുറത്തു വന്നിരുന്നത്. ഇതിലെ മുഖ്യ സൂത്രധാരനിലേക്കാണ് ഇപ്പോൾ പോലീസിന് എത്താൻ കഴിഞ്ഞിരിക്കുന്നത്. നേരത്തെ വളരെ പ്രധാനപ്പെട്ട റെയ്ഡുകൾ നടക്കുന്നതിനിടയിൽ ഈ മുഖ്യ സൂത്രധാരനായിട്ടുള്ള നജീബ് ഇവിടുന്ന് ഒളിവിൽ പോവുകയായിരുന്നു. ഇയാൾ പിന്നീട് ഇതര സംസ്ഥാനങ്ങളിലേക്ക് പോയിട്ടുണ്ടെന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അങ്ങനെ ഇതര സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നു. ഇതിനിടയിൽ തന്നെ വിദേശത്തേക്ക് കടക്കാൻ സാധ്യതയുണ്ടെന്നുള്ളത് മുന്നിൽ കണ്ട ലുക്കൌട്ട് സർക്കുലർ ഇറക്കുകയും ചെയ്തിരുന്നു. ഇതിനിടയിലാണ് ഇയാളുടെ സീഡ് പരിശോധിച്ചപ്പോഴേക്കും ഗാസിയാബാദിൽ ഉണ്ടെന്നുള്ള, അതായത് ദില്ലി UP അതിർത്തി പ്രദേശമായ ഗാസിയാബാദിൽ ഉണ്ടെന്നുള്ള വിവരം ലഭിക്കുന്നു. അവിടുത്തെ ഒരു വീട്ടിൽ നിന്നാണ് പോലീസ് സംഘം ഇയാളെ പിടികൂടിയിരിക്കുന്നത്. ഇപ്പോൾ അല്പസമയം മുമ്പ് ഇയാളെ കുന്നത്തുകാട് സ്റ്റേഷനിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ പെരുമ്പാവൂർ ASPയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇയാളെ ചോദ്യം ചെയ്യുകയും ചെയ്യും. പ്രധാനമായും പോലീസ് മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത് ഇയാളുടെ സംഘത്തിൽപ്പെട്ട ആളുകൾ ആരൊക്കെയാണെന്നുള്ളതാണ്. അതായത് ഇയാളൊരു വൻ സംഘമാണ്, ഇയാൾക്ക് പിന്നിൽ ഒരു വലിയ സംഘമുണ്ട്, അതിൽ തന്നെ രാജ്യാന്തര ബന്ധമുള്ള സംഘമാണെന്നൊരു സംശയമാണ് പോലീസിനുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇയാൾ നടത്തിയ വിദേശ യാത്രകളടക്കം കേന്ദ്രീകരിച്ച് അന്വേഷണം തുടരുകയാണ്. ഇതിൽ ഇയാൾ പല രാജ്യങ്ങളിലേക്കും ഇയാളുടെ മെഡിക്കൽ ടൂറിസം മറയാക്കിക്കൊണ്ട് ആ കമ്പനിയുടെ മറവിൽ യാത്രകൾ നടത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പോലീസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. അന്വേഷണം കേരളം കേന്ദ്രീകരിച്ച് മാത്രമല്ല, അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഇയാൾ ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്ന് വ്യക്തമാകുമ്പോൾ ആ രീതിയിലുള്ള ഒരു അന്വേഷണം നടത്തേണ്ടതുണ്ട്. മാത്രമല്ല, ഇയാൾക്ക് പിന്നിൽ മറ്റാരൊക്കെ, ഇത്ര വലിയ തട്ടിപ്പ് നടത്തണമെങ്കിൽ ഒരാൾ പോരല്ലോ, പലയിടങ്ങളിലായി ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തണമെങ്കിൽ അപ്പോൾ വലിയ നെക്സസ് ഉണ്ട് എന്നത് തന്നെയാണ് കണക്കാക്കുന്നത്. ആ രീതിയിൽ എങ്ങനെയാണ് ഇനി അന്വേഷണം മുന്നോട്ട് പോവുക? വിനീത, ഇതിന് പിന്നിൽ വലിയൊരു നെക്സസ് ഉണ്ടെന്ന് തന്നെയാണ് പോലീസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, ഇത് ആദ്യമായിട്ടല്ല ഇത്തരത്തിൽ അവയവദാന മാഫിയ പ്രവർത്തിക്കുന്നത് സംബന്ധിച്ചുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. നേരത്തെ പോലീസിന്റെ കൃത്യമായിട്ടുള്ള കണ്ടെത്തൽ നടത്തിയിരുന്നതാണ്. അതായത് അവയവദാന മാഫിയ ഉണ്ട്, അത് രാജ്യാന്തര ബന്ധമുള്ള അവയവദാന മാഫിയ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ള സാഹചര്യം പോലീസ് മനസ്സിലാക്കിയിരുന്നതാണ്. അങ്ങനെ അന്വേഷണം നടക്കുന്നതിനിടയിൽ NIA കൂടി ഈ അന്വേഷണം ഏറ്റെടുത്ത സാഹചര്യവുമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇയാളുടെ റാക്കറ്റിലെ മറ്റ് ആരൊക്കെയാണ് ഉള്ളതെന്ന് പോലീസിന് മനസ്സിലാക്കേണ്ടതുള്ള, അതിനനുസരിച്ചുള്ള ചോദ്യം ചെയ്യലായിരിക്കും ഇനിയുള്ള മണിക്കൂറുകൾ നടക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോഴും ഈ അവയവ കച്ചവട റാക്കറ്റ് എത്ര പേരെ ഇരകളാക്കിയിട്ടുണ്ടെന്നുള്ളതിലും വ്യക്തത ഇല്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം പോലീസിന് ഒരു കണ്ടെത്തൽ നടത്താൻ കഴിഞ്ഞിരിക്കുന്നത് ഒരു വടക്കേക്കര സ്വദേശിയായ സ്ത്രീ അവയവദാനം നടത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞ ഒക്ടോബറിൽ കൊച്ചിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ വെച്ചാണ് അവയവദാനം നടന്നതെന്നുള്ളതാണ്. അങ്ങനെ ഈ ആശുപത്രി അധികൃതരുടെയും ഡോക്ടർമാരുടെയും മൊഴിയെടുക്കാനുള്ള ഒരു നീക്കത്തിൽ കൂടിയാണ് പോലീസ് ഉള്ളത്. ഇതിനിടയിലാണ് ഇപ്പോൾ ഇയാളെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി എത്ര പേരെ അവയവ കച്ചവടത്തിന് ഇരകളാക്കിയിട്ടുണ്ട്, അവരിൽ നിന്ന് എത്ര രൂപ വാങ്ങിയിട്ടുണ്ട്, എത്ര രൂപയാണ് ഈ ഡോണേഴ്സിന് നൽകിയിട്ടുള്ളത് എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇനി വ്യക്തത വരുത്താനുള്ളത്. എന്തായാലും വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് കടക്കുകയാണ്. നിലവിൽ കുന്നത്താട് പോലീസ് തന്നെയാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. പക്ഷേ അതൊരു പ്രത്യേക അന്വേഷണ സംഘം ഏറ്റെടുക്കാനുള്ള സാധ്യതയുമുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ ഒരു SIT രൂപീകരിച്ചുകൊണ്ടുള്ള അന്വേഷണത്തിലേക്ക് പോകുമെന്നുള്ള സൂചന കൂടിയാണ് റൂറൽ പോലീസ് നൽകുന്നത്. അതാണ് വ്യക്തമാണ്. ശരണാണ് വിശദാംശങ്ങൾ നൽകിയത്.